Welcome to my new channel Raya Craft World. ഹായ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു ഗ്ലിച്ച് ആർട്ടാണ് കേട്ടോ. പേപ്പറിനകത്ത് ഗ്ലിച്ച് എഫക്റ്റ് എങ്ങനെയാണ് ഡ്രോയിങ് വരുത്തുന്നത്. ആദ്യം നമ്മൾ ഡ്രോയിങ് വരയ്ക്കുക, അതിന് മുകളിൽ കൂടെ ബ്ലാക്ക് മാർക്കർ വെച്ച് വരച്ച് വെക്കുക കേട്ടോ. ഇതിന് ആവശ്യമുള്ള നമുക്കൊരു ബ്ലൂവും റെഡുമാണ്. നോക്കി വേണം ബ്ലൂ ഞാൻ വരയ്ക്കുന്ന സ്ഥലമായി നോക്കണം, റൈറ്റ് സൈഡിലും റെഡ് ലെഫ്റ്റ് സൈഡിലുമായിട്ട് വരുന്ന രീതിയിലാണ് വരയ്ക്കേണ്ടതെങ്കിൽ ഗ്ലിച്ച് എഫക്റ്റ് വരുള്ളൂ. ഇപ്പോൾ നമ്മൾ ഔട്ട്ലൈനാണ് ചെയ്തേ, ഇനി നമ്മൾ ഗ്ലിച്ച് എഫക്റ്റ് കൊടുക്കുകയാണ് കേട്ടോ. ഗ്ലിച്ച് എഫക്റ്റ് കൊടുക്കുന്ന നോക്ക്, ജസ്റ്റ് നോക്കിക്കോണം. എപ്പോഴും റൈറ്റ് സൈഡിൽ ബ്ലൂവേ വരയ്ക്കാവുള്ളൂ കേട്ടോ, ലെഫ്റ്റ് സൈഡിൽ റെഡ് വേണം, എങ്കിലേ ഉള്ളൂ എഫക്റ്റായിട്ട് വരത്തുള്ളൂ കേട്ടോ. ഇപ്പം ഞാനത് വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വരച്ച് കഴിയുമ്പോഴത്തേന് പിന്നെ നമ്മൾ ഗ്ലിച്ച് എഫക്റ്റിൻ്റെ ഇത് കിട്ടും. അപ്പം ഇതിൻ്റെ ഇടയിൽ ഞാൻ പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണം. വീഡിയോ കണ്ടിട്ട് ഓടിപ്പോകല്ലോ കേട്ടോ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ. ചിരിച്ചിരി വളരട്ടെ നമ്മുടെ ചാനൽ. പിന്നെ എന്തുകൊണ്ട് വിശേഷമൊക്കെ? ഇതിപ്പോൾ ഞാൻ ചുമ്മാ ഒരു ക്യാരക്ടർ വരച്ചെന്നാൽ ഇത് ഞാൻ യൂട്യൂബിൽ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനൊന്ന് ചേർച്ചെന്നുള്ളൂ കേട്ടോ. ഒത്തിരി നല്ല വരച്ചവരുടെ കണ്ടിട്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം തീരാറായി. നമ്മുടെ ഇപ്പം ബ്ലൂവും മാർക്കർ എന്ന് ഇച്ചിരി തിക്കായിട്ടുള്ള മാർക്കറാണ് ഞാൻ യൂസ് ചെയ്തത്. തിൻ മാർക്കർ വെച്ച് അത്ര കാണത്തില്ല, അതുകൊണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ തിന്നായിട്ടും വരയ്ക്കാം, വേറെ വേറെ ക്യാരക്ടർ വെച്ചും ചെയ്യാം. എന്തായാലും രണ്ട് സൈഡിലും വരയ്ക്കും നോക്കണം. റൈറ്റ് സൈഡിൽ ബ്ലൂ വരണമെന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. നമ്മൾ വരച്ച് വരുമ്പോൾ ചിലപ്പം കൺഫ്യൂഷൻ ആകാൻ പാടില്ലേ. അപ്പം ഇനി അടുത്തത് ഗ്ലിച്ചിൻ്റെ ലൈൻസ് വരയ്ക്കണം. ഗ്ലിച്ചിൻ്റെ ലൈൻസും ശ്രദ്ധിച്ചോണം. റെഡിൻ്റെ അവിടുന്ന് റെഡിൻ്റെ അവിടുന്ന് ഞാൻ റെഡാണ് വരയ്ക്കുന്നത്. റെഡ് വരയ്ക്കുക. പിന്നെ ബ്ലൂവിൻ്റെ സൈഡിൽ ബ്ലൂ വെളിയിലോട്ടാണ് വരുന്നത്. ബ്ലൂ നമ്മൾ പറഞ്ഞില്ലേ റൈറ്റ് സൈഡിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ സൈഡിലോട്ടുള്ളതാണ് ബ്ലൂ വരയ്ക്കുന്നത്. റെഡിൻ്റെ സൈഡിലും വരയ്ക്കണം, മാറിപ്പോലെ കേട്ടോ. അപ്പം ഇതുപോലെ തന്നെയാണ് ഇവിടെ അകത്തും ബ്ലൂ ഞാനിങ്ങനെ വരയ്ക്കുകയാണ്. അത് വരച്ച് ഒഴിക്കുന്നു. ഇനി റെഡിൻ്റെ സൈഡിലും അങ്ങോട്ട് തന്നെ വെളിയിലോട്ട് വരയ്ക്കുകയാണ്. ഇതിപ്പോൾ അത്ര പെർഫെക്റ്റ് ഒന്നുമില്ല, എന്നാലും ചുമ്മാ ഒന്ന് വരച്ച് നോക്കാം. രസമല്ലേ ഇതൊക്കെ? എന്തെങ്കിലുമൊക്കെ വരയ്ക്കുമ്പോൾ നല്ല രസമല്ലേ. ഇപ്പോൾ എല്ലാ സ്ഥലത്തും ഒത്തിരി ഇങ്ങനെ കുഞ്ഞുകുഞ്ഞാന്ന് വരയ്ക്കേണ്ടത്, ചെറുതും വലുതുമായിട്ട് നമ്മൾ വരച്ച് കൊടുക്കുകയാണ്. വലിയ കാര്യങ്ങളുണ്ട്. ഒരു ബ്ലാക്ക് പെന്നും ഒരു ബ്ലൂവും റെഡ് പെന്നും ഉണ്ടെങ്കിൽ ഇത് വരയ്ക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ബ്ലൂ ഉണ്ട് വെളിയിലോട്ടാണ് വരച്ചത്. അടുത്ത് നമ്മൾ റെഡ് വരയ്ക്കുമ്പോൾ അതിനകത്ത് തന്നെ റെഡിൻ്റെ സൈഡിൽ അകത്തോട്ട് വരയ്ക്കണം കേട്ടോ. ഇത്ര വരച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്കൊരു സാധനം കൂടെ വേണം കേട്ടോ, ഒരു വൈറ്റ് മാർക്കർ. എൻ്റെ വൈറ്റ് മാർക്കർ ഇല്ല കേട്ടോ, വളരെ പത്തലയാണ് കേട്ടോ, തിന്നായിട്ടുള്ള. അതുകൊണ്ട് അതത്ര ശരിക്കും ശരിക്കും നല്ല ഈ പോസ്റ്റ്കോഡൊക്കെ ആണെങ്കിൽ വൈറ്റ് കളറിലെ സ്കെച്ച് പെന്ന് വരും കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ അത് അതുള്ളവർ നല്ലവണ്ണം, അല്ലെങ്കിൽ നമ്മൾ വൈറ്റ്നിങ് ഇല്ലേ, അത് മേടിച്ചാൽ മതിയായിരുന്നു. ഇതിപ്പം നമ്മുടെ ശരിയായിട്ട് ഇങ്കില്ലാത്തതുകൊണ്ടാണ് എന്തുകൊണ്ട് തെളിഞ്ഞ് കാണുന്നില്ല. പക്ഷേ നല്ലവണ്ണം അത് ക്ലിയറായിട്ട് വരയ്ക്കുവാണെങ്കിൽ കറക്റ്റ് ആ കട്ടിൻ്റെ ആ ഗ്ലിച്ച് നമുക്ക് എഫക്റ്റായിട്ട് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഗ്ലിച്ച് വരുമ്പോൾ നമുക്ക് കാണത്തില്ല, ഇടയ്ക്കിടയ്ക്ക് ഭാഗങ്ങളില്ലാത്ത പോലെ. അതുപോലൊരു ഭാഗം കാണണമെങ്കിൽ ഇങ്ങനെ വൈറ്റ് മാർക്കർ വേണം കേട്ടോ. വൈറ്റ് മാർക്കർ ഇല്ലാത്തതുകൊണ്ട് ഇത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ഉള്ളവരത് ചെയ്യുവാണെങ്കിൽ ഇച്ചിരി നല്ല കളർ, അല്ലെങ്കിൽ നമ്മുടെ വൈറ്റ്നിങ് മേടിച്ചാലും മതി. അത് ഇപ്പോൾ എല്ലാ സ്കെച്ച് പെനകത്ത് നമ്മുടെ സ്കെച്ച് പെൻ വരത്തില്ല, അതുകൊണ്ടാണ് വൈറ്റ് സ്കെച്ച് പെന് ഭയങ്കര വിലയല്ലേ. അപ്പോൾ എന്തായാലും അതും കൂടെ വരയ്ക്കുമ്പോഴത്തേന് നമ്മുടെ ഇത് ഗ്ലിച്ച് എഫക്റ്റ് ആകും. അപ്പോൾ എപ്പോഴും ഓർക്കണം, രണ്ട് സെയിം കളർ വെച്ച് ഒരിക്കലും ഗ്ലിച്ച് ആർട്ട് ചെയ്യല്ലേ. അപ്പം ഒരു എഫക്റ്റ് വരത്തില്ല. രണ്ട് കളർ ആകുമ്പോഴത്തേന് മാത്രമേ ഉള്ളൂ